എടാ പണ്ട് ഈ നാട്ടിലൊരു സംഭവം നടന്നു, നിങ്ങൾക്കറിയോ? ഇല്ല, എന്തേനു? പണ്ട് ഈ ഗ്രൗണ്ടിൽ 3 ആൾക്കാരെ കൊന്നിട്ട് കുഴിച്ചിട്ട് അതിനുശേഷം കുറച്ച് പിള്ളേരുടെ ക്രിക്കറ്റ് കളിക്കാൻ വന്നപ്പോൾ ഈ സ്റ്റെമ്പ് കുത്തിയത് ഈ ആ സ്റ്റെമ്പ് കുത്തിയ ചെക്കൻ്റെ മേത്ത് ബാധകേരി എന്നാ പറയുന്നത്. ആ സ്റ്റെമ്പ് കുത്തിരിക്കാണ് നീ ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷെ പേടിക്കാനൊന്നുമില്ല, ഇപ്പൊ ബാധ അവന്റെ മേത്താണ്, അതുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് പോയി. വേറൊരു സംഭവമുണ്ട്. എൻ്റെ അപ്പുറത്തോട്ട് ഗംഗ ചേച്ചിയില്ലേ, ആ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ട് എന്തോ ബാധയിലും കയറി എന്ന് പറയുന്ന കേട്ടോ. എന്നിട്ട് ഡോക്ടർ വന്നിട്ട് റെഡിയാക്കി. ഇവിടെ എന്താണ് ഡോക്ടർ കയറി? ചുണ്ണിയാ സണ്ണിയാ? സണ്ണിയൊന്നല്ലടാ, ഡോക്ടർ ചുണ്ണിക്കുട്ടൻ. ആ ഗംഗ ചേച്ചി നിൽക്കുന്നത് നിന്റെ വീട്ടിനപ്പുറത്താണ്. പറഞ്ഞിട്ടില്ലാലോ. എടാ നീ പേടിക്കൊന്നും വേണ്ട, ഇപ്പം പ്രശ്നമൊന്നുമില്ല എന്നാ പറയുന്നത്. ഈ UK പോയടുത്ത് എന്തെല്ലാം സംഭവിച്ചെന്നറിയാം? നമ്മൾ ഇച്ചായന്റെ ഭാര്യ ഒരാളെ തലക്കടിച്ച് പോന്നിട്ട് അയാളെ ബോഡി അവിടെ തന്നെ കുഴിച്ചിട്ട് ഇപ്പൊ അത് കണ്ടുകിട്ടിയിട്ടില്ല. അപ്പൊ ബോഡി ഇപ്പൊ ശരിക്കും എവിടെ ഉണ്ടാവുക? ആ ബോഡി ഇപ്പൊ എവിടെയുള്ളതെന്ന് ആർക്കും അറിയില്ല. ചില ആൾക്കാർ പറയുന്നത് ചില ആത്മാവ് തന്നെ കൊണ്ടുപോയില്ല, ചിലത് പറഞ്ഞ് നമ്മൾ ഇച്ചായൻ്റെ അടുത്ത് മറച്ചു വെച്ചെന്ന്. എവിടെയുള്ളതെന്ന് ആർക്കും അറിയില്ല. അതിന്റെ കേസാണ് ഈ മാസം മെയ് 21 നടക്കാൻ പോകുന്നത്. ഞാനീ നാട്ടിലില്ല, ഞാനിന്നുണ്ട് UK പോകുന്ന. എന്തെന്നാടാ? പാവം നിഷ്കളങ്കനായ ഒരു ചെക്കനാന്ന് തോന്നുന്നു. പക്ഷെ മണ്ടനായിപ്പോയി.